അപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു വാർത്തയാണ് നമ്മുടെ മോഹൻലാൽ ആശുപത്രി. കാര്യമായിട്ട് പറഞ്ഞത് കടുത്ത പനിയും ശ്വാസകോശ അണുബാധയും മോഹൻലാൽ വിശ്രമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മിക്കവാറും ചാനലുകളെല്ലാം, പ്രമുഖമായ പല ചാനലുകളും വാർത്ത കൊടുത്തു. അപ്പം ശ്വാസകോശ സംബന്ധമായ അണുബാധ എന്നൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേന് 5 ദിവസത്തെ വിശ്രമം ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ആശുപത്രി അഡ്മിറ്റായി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു മിക്കവാറും എല്ലാ ചാനലുകളും വാർത്ത. മനോരമയായാലും മാതൃഭൂമിയായാലും. എനിക്കൊന്നും മനോരമയിൽ ഇച്ചിരി വാർത്തയ്ക്ക് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. കടുത്ത പനിയും ശ്വാസകോശ അണുബാധയും, മോഹൻലാൽ വിശ്രമത്തിൽ. പനിയും ശ്വാസതടസ്സവും നേരിട്ടതിനെ തുടർന്ന് നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം മോഹൻലാൽ വീട്ടിലേക്ക് മടങ്ങി എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഇതുപോലെ ആശുപത്രിയിലാണ് എന്നുള്ള ഹെഡിങ്ങിൽ തന്നെയാണ് വന്നത്. അണുബാധ, ശ്വാസകോശ സംബന്ധം, ശ്വാസം മുട്ടൽ ഒക്കെ അനുവദിച്ചു. ഇപ്പോഴത്തെ പനിക്ക് സാധാരണ ശ്വാസം മുട്ടൽ. അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു രോഗം തന്നെ. അപ്പം മോഹൻലാൽ പിടിപെട്ടു. അതൊരു പ്രധാന വാർത്തയാക്കി മാധ്യമങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ആകപ്പാടെ ഒരു ഇതായി. അങ്ങനെ ലാലേട്ടനെ പറ്റി എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വളരെ കുറവായി. അദ്ദേഹം എല്ലാം രഹസ്യമായിട്ട് വെക്കാറുള്ളത് കൊണ്ട് വാർത്താമയി. പിന്നെ പ്രമുഖരായ വ്യക്തികൾക്ക് എന്തെങ്കിലും പനിയോ എന്തു വന്നാലും ആശുപത്രിയിൽ വന്നാലും അവർക്ക് സ്വകാര്യതയില്ലല്ലോ. എല്ലാം പത്രക്കാരത് വാർത്തയാക്കും എന്നുള്ളതാണ്. അപ്പം മിക്കവാറും എല്ലാ ചാനലുകളും ഇത് വാർത്തയാക്കുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മുടെ എറണാകുളത്ത് അമൃത ആശുപത്രിയിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് എന്ന രീതിയിലൊരു എണ്ണം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വാർത്തയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. അത് പലരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടന് വയ്യ, ലാലേട്ടൻ വിശ്രമത്തിലാണ്, അതുപോലെ ആൾക്കാർ കൂടുന്നിടത്ത് ലാലേട്ടൻ പോകാൻ പാടില്ല എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പലരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പടച്ചു വിട്ടിട്ടുമുണ്ട്. ചിലത് ഇതിനകത്ത് ഒരു വാർത്തയ്ക്കകത്ത് ഞാൻ കേട്ടു, ഇതുപോലെ എറണാകുളത്തല്ല, അതുപോലെ ചെന്നൈയിലെ അമൃത ആശുപത്രിയിലാണെന്ന് ഒരു വാർത്ത കണ്ടു. അപ്പോൾ ഇതൊക്കെ എന്തുമാത്രം സത്യമാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഞാൻ ഇതിനകത്ത് താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ, സാധാരണ ഏത് വാർത്ത വന്നാലും എനിക്ക് വാർത്തയേക്കാൾ പ്രാധാന്യം ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചു കഴിയുമ്പം പലരും അറിയാവുന്നവരല്ല ഈ സത്യാവസ്ഥകൾ പലതും കാണുന്നതല്ലേ. പലതും കണ്ടു കഴിയുമ്പം അതങ്ങനെയല്ല. അപ്പോൾ അതിനും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വാർത്തയ്ക്ക് താഴെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടെന്ന് കടുത്ത പനിയാണ്, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലാണ് എന്നുള്ള വാർത്തകൾ സാധാരണ ആൾക്കാർ കമൻറ്റ് മുഖേന ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പലരും ഇതുപോലെ എന്നൊക്കെ ഉള്ള, പ്രത്യേകിച്ച് ലാലേട്ടനെ പോലുള്ള കേരളം ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് പനിയാണ്, ശ്വാസമുട്ടൽ, പനിയും ജലദോഷവും ശ്വാസമുട്ടലും ഒക്കെ എല്ലാവർക്കും ഈ കാലാവസ്ഥ ഉണ്ടാകുന്നതാണെങ്കിലും ലാലേട്ടനുള്ളൊരു വ്യക്തിക്ക്, പ്രമുഖർക്കൊക്കെ ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്കൊരു എന്താ പറയുന്നത്, ഒരു വിഷമം ഉണ്ടാകാൻ സാധാരണയാണ്. അത് ആ കമൻറ്റുകളിലെല്ലാം നമ്മൾ കാണുകയും ചെയ്തു. പിന്നെ അതിനിടയിൽ ചില ബാഡ് കമൻറ്റുകളും, ഒരാൾക്ക് അസുഖം ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പം ലാലേട്ടനെ എത്ര എതിർക്കുന്നവരായിക്കോട്ടെ സിനിമയിലെ, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ വ്യക്തികൾ തമ്മിൽ, ലാലേട്ടനായാലും മമ്മൂട്ടിയായാലും ഈ ആരാധകർക്കൊന്നും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അവർക്ക് പേഴ്സണലായിട്ട് ദോഷമൊന്നുമില്ല. അവർ തമ്മിൽ പേഴ്സണലായിട്ട് നല്ല ബന്ധവുമാണ്. പക്ഷേ ഇതിൻ്റെ താഴെ വന്നും ചില ബാഡ് കമൻറ്റുകൾ ഇടുന്നതും നമ്മൾ കണ്ടു. അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുന്നത്, ചുട്ടയിൽ ചീല ചുരുള വരെ അല്ലേ എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പം ഇതിനിടയിൽ ജനം ജീവിക്കാത്ത ഒരു വാർത്ത വന്നായിരുന്നു. ഈ പനിയും ശ്വാസം തടസ്സവും മൂലം നടൻ മോഹൻലാൽ ആശുപത്രിയിൽ പ്രവേശിച്ചെന്ന വാർത്ത വ്യാജമെന്ന് സൂചന എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനം ഓൺലൈനകത്ത് വന്നത്. പനി മൂലം മോഹൻലാൽ വിശ്രമത്തിലാണെന്നും അത് ആശുപത്രിയിൽ ചികിത്സ തേടി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണെന്നും ആണ് വിവരം. സിനിമാ നിരൂപകനും എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ എ ചന്ദ്രശേഖർ ആണ് വാർത്ത വ്യാജമാണെന്ന് സൂചന നൽകിയത്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഈ വാർത്ത വ്യാജമാണെന്നുള്ളത് കൊടുത്തത്. അതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്:
പ്രിയപ്പെട്ട ലാലേട്ടന് അസുഖമായി അമൃതയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത, പത്രവാർത്ത വ്യാപകമായി പ്രചരിക്കുകയാണ് 2 ദിവസമായി. എൻ്റെ നേരറിവിൽ അദ്ദേഹത്തിന് നേരിയ പനി മൂലം 1 ദിവസം വിശ്രമിക്കാൻ തീരുമാനിച്ചു എന്നതാണ് സത്യം. പനിക്ക് ചികിത്സ തേടി അദ്ദേഹം ഒരാശുപത്രിയിലും പോയതായി അറിവില്ല. ഫോണിലൂടെ തന്നെ വിശ്രമിക്കാൻ നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് നേരത്തെ ഏറ്റെടുത്ത ചടങ്ങിലേക്ക് നീണ്ട യാത്ര വേണ്ടെന്ന് വെച്ച് മുൻകൂട്ടി സംഘാടകരെ അറിയിക്കുകയാണ് ഉണ്ടായത്. പ്രസിദ്ധർക്ക് എന്തെങ്കിലും പറ്റിയെന്നുള്ളത് എപ്പോഴും ചൂടുള്ള വാർത്തയാണല്ലോ. നിരന്തരം വിമാനത്തിൽ പോകുന്നവരും റോഡ് മാർഗം പോകുന്നവരും അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത വന്നിട്ടുള്ളതായും ഓർത്തുപോയി ഇത് കണ്ടപ്പോൾ. അദ്ദേഹം എറണാകുളത്തെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്നു. സത്യാനന്തര കാലത്ത് മാധ്യമങ്ങളിൽ വസ്തുതാ പരിശോധനയിൽ പുലർത്തേണ്ട ചില സൂക്ഷ്മതയിലേക്ക് വിരൽ ചൂണ്ടുന്നതായി ഈ സംഭവം എടുത്തു പറയാതെ വയ്യ എന്ന് നമ്മുടെ പ്രസിദ്ധനായ സിനിമാ നിരൂപകനും എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ എ ചന്ദ്രശേഖർ കുറിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം യഥാർത്ഥത്തിൽ അദ്ദേഹം പനി മൂലം വിശ്രമത്തിലാണ്. അത് മനോരമയിലെ വാർത്തയ്ക്കകത്ത് ഞാൻ പറഞ്ഞില്ലയോ, പനി മൂലം അദ്ദേഹം ആശുപത്രിയിൽ പോയി. എന്നിട്ട് പരിശോധനയ്ക്ക് ശേഷം ലാലേട്ടൻ വീട്ടിലേക്ക് തിരിച്ചു പോയി വിശ്രമത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഒരുപക്ഷെ ഈ വാർത്ത വന്നപ്പോൾ അദ്ദേഹം ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഏതെങ്കിലുമൊക്കെ ചടങ്ങിന് വരാം. അപ്പം വാർത്ത അറിയാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. 2 ദിവസം മുമ്പുള്ള കാര്യമായിരിക്കാം ഒരുപക്ഷെ ഇത്, നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഈ വ്യാജ വാർത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാജ വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് പനിയാണെന്നുള്ളത് ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, പനിയാണെന്നുള്ളത്. പിന്നെ ആശുപത്രിയിൽ അദ്ദേഹം ഫോണിൽ കൂടിയാണോ അതോ നേരിട്ട് പോയി അവിടെ അഡ്മിറ്റായോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ആ വാർത്തയെ പ്രചരിപ്പിച്ച രീതി അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം തന്നെ, നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു മാങ്ങ വീണാലും അടുത്തെങ്ങാനും വീണാലും പറയും, അയ്യോ എൻ്റെ തലയിൽ വീണേനെ, അല്ലെങ്കിൽ എൻ്റെ തലയിൽ വീണു, ആ തലയിൽ നിന്ന് തെറിച്ചാണ് പോയത്. അപ്പം മറ്റൊരാൾ പറയുമ്പോൾ അത് അവൻ്റെ നടും തലയ്ക്ക് തന്നെ വീണു എന്ന് പറയും. അത് കേൾക്കുന്ന വേറൊരാൾ പറയുന്നത് എന്താ, അവൻ തലയിൽ വീണ് കഴിഞ്ഞപ്പം അല്പനേരം അവനൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോവും. അപ്പം അത് അവിടോട്ട് മാറിക്കഴിയുമ്പോൾ ഇന്നാളുടെ തലയിൽ തേങ്ങയാണ് വീണതെന്ന് പറയും. മാങ്ങയല്ല, തേങ്ങയാണ് വീണത്. തേങ്ങ വീണ് കഴിഞ്ഞപ്പോൾ അവൻ ബോധം കെട്ട് വീണു എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് പറയുന്നത് ബോധം കെട്ട് വീണതിന് ശേഷം പിന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നായിരിക്കും അടുത്ത ആൾ വാർത്തയുണ്ടാകും. അപ്പം അങ്ങനെ പോകും. അത് ഈ നാട്ടുപുറത്തായാലും മനുഷ്യസഹജമാണ്. ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞ് അത് ലാസ്റ്റ് എത്തുമ്പോൾ ഒരു വല്ലാത്ത തലത്തിലെത്തും. അത് തന്നെയായിരിക്കും ഇവിടെ സംഭവിച്ചത്. പിന്നെ ലാലേട്ടനെ പോലെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി പനി വന്നാലും വാർത്തയാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചാലും വാർത്തയാണ്, അഭിനയിച്ചില്ലെങ്കിലും വാർത്തയാണ്, എന്ത് ചെയ്താലും വാർത്തയാണ്, അല്ലേ? അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നമുക്ക് കുറച്ച് ദിവസമായിട്ട് പനിയായിരുന്നു, വീഡിയോ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്ത് സംഭവിച്ചു? അതൊരു വാർത്താ പ്രാധാന്യമില്ലാത്ത കാര്യമാണ്. നാളെ ഒരുപക്ഷെ ഞാൻ വലിയൊരു പ്രസിദ്ധനായ ഒരു വ്യക്തിയാവുകയാണെങ്കിൽ അതിനും വാർത്താ പ്രാധാന്യം നേടും. അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് വിചാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല, അല്ലേ? അപ്പം അതാണ് കാര്യം. ഏതായാലും ലാലേട്ടന് പനിയുണ്ടെന്നുള്ളത് എല്ലാ വാർത്തകളിലും പറയുന്നുണ്ട്. പനി സാധാരണ മനുഷ്യർക്കെല്ലാം പനി ഉണ്ടാകുന്നതാണ്. അല്ല, പനി വരാതിരിക്കാൻ അദ്ദേഹം അത്രയ്ക്ക് മനുഷ്യനൊന്നും അല്ലാത്ത വ്യക്തിയല്ലല്ലോ, അല്ലേ? മനുഷ്യനാണെങ്കിൽ പനി വരും, അത് സ്വാഭാവികവും. എത്രയോ പനി വന്ന് കാണും. അതൊന്നും വാർത്താ പ്രാധാന്യം നേടാതെ പുറത്ത് വരാത്തതുണ്ടാകാം, അല്ലേ? ഏതായാലും അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? ആഗ്രഹിക്കാം. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.